നമസ്കാരം സുഹൃത്തുക്കളെ, ജസിലയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലുള്ള അൽസാജി കിച്ചണിലാണ്. അൽസാജി കിച്ചണിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളുടെ സാജിക്ക താടിക്കാരൻ നിൽക്കാടെ കടയാണ്. വായോ, ഇതേ കാണുന്നു, കണ്ടില്ലേ? ഇതാണ് നമ്മളുടെ സ്ഥലം. ഇവിടെ വന്ന് ആലുവക്കാര് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. സ്പെഷ്യലാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അടിപൊളി വൈബാണ്. വായോ, വേറെ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. വാ. നമ്മുടെ പിന്നിലായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണാം, അതാണ് നമ്മുടെ സാജിക്ക. അപ്പോ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ആൾക്കാർ ശരിക്കും ഞാൻ മിഠായി തിന്നണമെന്ന് അല്ല ഗൈസ്, ഇവിടെ നീരണം, പല്ല് റൂട്ട്ക്കനാലെന്ന്. ഈ കാണുന്ന ബൾബുകൾക്കിടയിലൂടെ ഞങ്ങൾ പോയി ഡപ്പഴമൊക്കെ തീർന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. വായോ, എങ്ങനെയുണ്ട് ഷെമി? ആംബിയൻസ് പൊളിയല്ലേ? ഷെമി സജസ്റ്റ് ചെയ്തത് തന്നെ അൽസാജിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ഷെമിയുടെ ആ ആഗ്രഹം നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ. ഭക്ഷണത്തിന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിൽ ഇതുപോലെ വലിയ പുഴയും തീരവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അടിപൊളി പൊളി ആംബിയൻസ് ആണോ? എങ്ങനെയുണ്ട് മസാല ഒക്കെ? നല്ല രസമുണ്ടല്ലാണ്. വേണ്ട ഒരു വലിയൊരു അമ്പർല, അതിന് താഴെയൊക്കെ നമുക്ക് ഇങ്ങനെ വന്ന് ഇരുന്ന് ഭയങ്കര രസമായിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയി വരുന്ന വഴിയാണ്. അപ്പോൾ ടൈം ഇത്തിരി ഒരു 4-4:30 അപ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞു. ഇവിടുത്തെ ചട്ടിച്ചോറൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അതുപോലെ സീ ഫുഡിന്റെ ഒരു വലിയൊരു പ്ലേറ്റ് വരുന്നുണ്ട്, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷുകളൊക്കെ ആയിട്ടുള്ളത്. അത് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പോത്തുംകാലാണ് ഓർഡർ ചെയ്തത്. കുറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. എല്ലാവരും പറയണൊക്കെ പോത്തുംകാലിന്റെ ഒരു വിഭവം ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. അവിടെ താടിക്കാരൻ നിൽക്ക ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഭയങ്കര ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്ര ക്രൗഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു ആംബിയൻസ്, പ്രത്യേകിച്ച് ബാക്ക് സൈഡിൽ ഈ പുഴയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സൂപ്പറായിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം അറിയട്ടെ, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം. പക്ഷെ ഈ ഒരു ഏരിയ ഭയങ്കര റിലാക്സേഷൻ, നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു കടൽ തീരത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. മേലേക്ക് എന്തൊക്കെയാ കാണുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. വാ. ഇവിടെ ഇത്രയ്ക്ക് സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു വെച്ച നിലയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ച് ടൈമിലൂടെ ഭയങ്കര തിരക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആണ്. എനിക്ക് തോന്നുന്നത് ഈവനിങ്ങിലായിരിക്കും ചിലപ്പോൾ തിരക്കാവുന്ന സമയം. പക്ഷെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഭയങ്കര ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും ആ പുഴയിലേക്കുള്ള വ്യൂ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്. ഈ സമയത്ത് ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു മരത്തിന്റെ താഴ്ഭാഗം നോക്കിയേ. ഇപ്പൊ എനിക്ക് റീസെന്റിൽ ആൾക്കാരൊന്നും ഇവിടെ വന്നിരുന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഫുള്ള് ഓരോ സ്പേസും നമ്മളുടെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. നമ്മളെ വീടിന്റെ അവിടെയും ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് സ്പേസസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഒരു മരത്തിനെ അതിന്റെ ചുറ്റും ഒരു കവറിങ് ചെയ്തിട്ട് ചുറ്റും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയേക്കാം. ഒരു ട്രീ ഹൗസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ട്രീയുടെ ഒരു ഏകദേശം മിഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി. എല്ലാ വീഡിയോയിലും ഇക്കാര്യം മുണ്ടെടുത്തിട്ട് കാണാറ്. അതും കറുത്ത മുണ്ടാണ് കാണാറ് അധികം. ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. പിന്നെ ഓക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നത് അല്ലേ? കൊടുത്ത് ശീലിച്ചിട്ടുള്ളത്. പിന്നെ നമ്മ എന്ത് വർക്ക് ചെയ്താലും അഴുക്കായാലൊന്നും അറിയൊന്നുമില്ലല്ലോ. കറക്റ്റാ. ശരി. ഭയങ്കര ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇക്കാടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈ പ്രത്യേകിച്ച് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത് ഭയങ്കര റിലാക്സേഷൻ. നല്ല കാറ്റ്, കടൽ തീരത്തൊക്കെ പോയിരിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയറും ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട്. അല്ല പക്ഷെ ഇക്കാടെ ഫുഡിക്കട്ടെ. അല്ല ഇക്കാടെ ഐഡിയക്ക് ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്റെ ഐഡിയ എന്ന് പറയാൻ പറ്റില്ല. കുറെ അനിയന്മാര് കുറെ പേരുണ്ട് എന്റെ ഒപ്പം. അവരുടെയൊക്കെ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ല ഇതൊരു ആംബിയൻസ് ഈ ഒരു ഏരിയയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഡയറക്റ്റ് അല്ലെ നമ്മളെ എന്താ പറയാ, നല്ല കാറ്റും ഒരു എടുത്തു പറയേണ്ട ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. അത് അപ്രീഷിയേറ്റബിൾ.
ഇതൊക്കെ ശരിക്കും ഫില്ലാന്ന് തോന്നണല്ലേ വൈകിട്ടാകുമ്പോഴേക്കും? ഇത് ഇത്ര നേരം ഫില്ലായിരുന്നു. 4 മണി വരെയൊക്കെ നല്ല ആളായിരുന്നു. ഉള്ള സമയത്ത് വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടിയല്ല. അല്ല ഇത് പീസായിട്ട് ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇപ്പൊ കഴിക്കണം. അതല്ലേ, ഉച്ചക്കൊക്കെ വരുമ്പോ ആള് ക്യൂ തിരക്കായിരിക്കും അല്ലേ? ഉണ്ടാവും അല്ലേ? അങ്ങോട്ട് ഒരു ഉച്ചയ്ക്ക് വരുന്നുണ്ട് ഞങ്ങള്. ഇവിടുത്തെ ചട്ടിച്ചോറ് സ്പെഷ്യൽ ചട്ടിച്ചോറ് ഉച്ചക്ക് അതൊരു 1 മണിയൊക്കെ നമുക്ക് എത്തണം. അതല്ലേ, എന്ന് പറഞ്ഞാൽ 1 മണിയൊക്കെ ആയിട്ട് എത്തും. ഒരു 12 മണിക്ക് 1 മണിക്ക് ഉള്ളിൽ എത്താണെങ്കിൽ അധികം തിരക്കുണ്ടാവില്ല. 1 മണിയൊക്കെ നമുക്ക് തിരക്കാവും. പിന്നെ ഒരു 4 മണി ഒരു നല്ല തിരക്കായിരിക്കും. അതിലൊരു 3 മണി 3:30 നമുക്ക് തീരുകയും ചെയ്യും. ശനി ഞായർ അവധി ദിവസം. ശനി ഞായർ അവധിയല്ല, ശനി ഞായർ അവധി ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതലുണ്ടാവുക. ശരി ശരി, ഇതുവരെ അങ്ങനെ പോയേക്കണേ. ഇനി പഠിച്ചോണ്ടേ അല്ലേ? ഇതിനേക്കാൾ ഒരുപാട് ഞങ്ങൾ നീട്ടി അങ്ങോട്ട് പടർന്ന് പന്തലിക്കട്ടെ. സാജിക്ക, അസ്സലാമു അലൈക്കും. പ്രശസ്ത ബ്ലോഗർമാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അലൈനില് സാജിക്കാട് അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന വൈഫ് എപ്പോഴും പറയും. ഇപ്പോഴും അവസരം കിട്ടിയത് ഇവിടെ വന്നാലും നിങ്ങളൊക്കെ കാണാൻ പറ്റി. ഉമ്മയാണത്. അപ്പൊ ഉമ്മാക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് മനം കൊണ്ട് വന്നപ്പോ അങ്ങനെ സാജിക്കാട് അവിടെ ഇങ്ങനെ കയറാൻ. ഇവരൊക്കെ UAE പ്രശസ്ത ബ്ലോഗർമാരാണ്. അത്ര പ്രശസ്തമല്ല, മൊബൈല് തുറന്നാ ഇവരുള്ളൂ. പിന്നെ ഇക്കട വീഡിയോ പിന്നെ ഉമ്മ കാണാറുണ്ടെന്ന് മൂപ്പതിനെ പറഞ്ഞു. എപ്പോഴും ഇക്കട വീഡിയോകൾ കാണാറുണ്ടെന്ന്. അപ്പൊ സന്തോഷം, നിങ്ങൾ എല്ലാവരും ഇവിടെ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചു. UAE ഇവിടെ വന്ന് പരിചയപ്പെടേണ്ടി അല്ലേ? ഇൻഷാല്ലാ അലൈനിലൊക്കെ വരുമ്പോ കാണണം എന്തായാലും. വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അസ്സലാമു ജസീൽ അലി അലൈനിലാണ്. അലൈനില് നമ്മളുടെ കുവൈത്താത്തിലൂല്ലേ ഫിറോസ് കാടൊക്കെ തൊട്ടടുത്ത്. അയ്യോ കയറ്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കണ്ടതിൽ സന്തോഷം. ഞാനിപ്പോ ഈ 18 തിരിച്ചു പോകും. 2 ആഴ്ചയായി വന്നിട്ട്. മോനും വൈഫ്. സന്തോഷം കേട്ടാ, പരിചയപ്പെട്ട സന്തോഷം. ശരിട്ടാ, അസ്സലാമു പോത്തുങ്കാലുണ്ടെന്ന് ആണോ? പെടലി പോയി ഗൈസ്, പെടലി പോയി. ഷെമിയുടെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്ക്, വളയുന്നില്ല. കഴുത്ത് വളയാതെ കഷ്ടപ്പെട്ടിരുന്നു പോത്തുങ്കാല്. ഇതിനാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഷെമി. പിന്നല് പൊറോട്ട വന്നു. ഓക്കെ, ഇനി കാലപ്പോ വരും പോത്തുങ്കാല്? ഇപ്പൊ വരും. ഓക്കെ താങ്ക് യു. ഇതാണ് നൂൽ പൊറോട്ട എന്ന് പറയുന്ന സാധനം. കണ്ട, മറ്റേതൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കുറെ കഷ്ടപ്പെടണ്ടേ. ഇതിനെ നമ്മളെ നൂൽ പൊറോട്ട എന്ന് പറയും. വാവ്, നമ്മുടെ ഇക്ക പോത്തുങ്കാലായിട്ട് വന്നിട്ടുണ്ട്. ഓ, ഇത് തിരുന്ന് കഴിയുമ്പോഴേക്ക് നേരം കൊടുക്കുന്നു വന്നിട്ടുണ്ട് കേട്ടോ. 1.5 സാധനം. ഇത് അങ്ങനെ നിന്ന് തീർക്കാനാണ് മിക്കവാറും പൊതിഞ്ഞു കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മളെ ചേട്ടൻ വന്നിട്ട് അതൊക്കെ കട്ട് ചെയ്തൊക്കെ ലെവലാക്കി തരുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് അത് വന്ന് പിടിവിൽ കൂടാനൊന്നും പറ്റുന്നൊന്നുമില്ല ഗൈസ്. പോത്തുങ്കാല് പറയുമ്പോൾ ഇത്രയ്ക്ക് പത്തിരി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇത് പത്തിരി പാലിൽ മുക്കിയിട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ആ പത്തിരി ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഗ്രേവി ഉണ്ട്, ഗ്രേവിയിൽ അങ്ങോട്ട് മുക്കിയിട്ട് സൂപ്പർ ഗ്രേവി. ബാഗിൽ കഴിച്ചിട്ടില്ല, നോക്കട്ടെ. സംഭവം തിന്ന് ഒരുവിധം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടായി വന്നിട്ട് എല്ലിങ്ങനെ കൊട്ടി അതിനുള്ളിൽ നിന്ന് നമ്മളുടെ സ്റ്റുനാഫിക്കേഷൻ എടുത്തു തരും. ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളവിടെ കാത്തിരിക്കണത്. ഓട്ടം നോക്കിയവന്മാരുടെ കണ്ടാ അതിനൊക്കെ ഇരിപ്പൊക്കെ നാവും പുറത്തിട്ട്. ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതിന് വേണ്ടി ഇവിടെ തല്ലുമാവളായിരിക്കും കേട്ടോ. അയ്യേ, എൻ്റെ മക്കൾക്ക് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു ഗുണമുള്ള സാധനം കൂടിയാണ് കേട്ടോ അത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു. പൈനാപ്പിൾ അവിടെ അടിച്ച് ദയിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭക്ഷണം ഒരു നുള്ളു പോലും കളയരുതെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലേറ്റുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പൊ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.